നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് വമ്പന്മാർ ഇറങ്ങുന്നുണ്ട്. PSG ഇറങ്ങുന്നുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഇറങ്ങുന്നുണ്ട്, സാക്ഷാൽ ലിയോ മെസ്സി ഇറങ്ങുന്നുണ്ട്. ഇന്റർ മയാമിയുടെ 2ാമത്തെ കളി ഇന്നാണ്. പിന്നെ പാൽമിറാസ് എസ്റ്റവായോ വില്യൻ്റെ ടീം ഇറങ്ങുന്നു. ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടാഫാഗോ ഇറങ്ങുന്നു. പോർച്ചുഗീസ് ക്ലബ്ബ് FC പോർട്ടോ ഇറങ്ങുന്നു. അങ്ങനെ മികച്ച പോരാട്ടങ്ങളുടെ ഒരു ദിവസമാണിത്. നോക്കാം നമുക്ക് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കളിക്കുന്നതെന്ന്. രാത്രി ഇന്ത്യൻ സമയം 9:30 പാൽമിറാസ് അൽ അഹിലിക്കെതിരെ കളിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും രണ്ട് ടീമും ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ആദ്യ റൗണ്ടുകളിലെ മോശമല്ലാത്ത പ്രകടനത്തിന് ശേഷം. പാൽമിറാസ് FC പോർട്ടോക്കെതിരെ കിടിലൻ പ്രകടനം നടത്തി. ദൗർഭാഗ്യം കൊണ്ട് മാത്രം വിജയിക്കാതെ പോയതാണ്. സമനില പിടിച്ചു. അൽ അഹിലി അതുപോലെ ഇന്റർ മയാമിക്കെതിരെ ആദ്യ പകുതി നന്നായി കളിച്ചു, 2ാം പകുതിയിൽ മയാമി കളിച്ചു, പക്ഷേ സമനില. അതുകൊണ്ട് വിജയിക്കണം. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് സജീവമാക്കി നിലനിർത്തണമെങ്കിൽ വിജയിക്കണം. അപ്പോൾ രാത്രി 9:30 പോരാട്ടം ഒരു കടുത്ത പോരാട്ടമാവുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി 12:30 കാത്തിരിക്കുന്നത് ഇന്റർ മയാമി പോർച്ചുഗീസ് വമ്പന്മാർക്കെതിരെ കളിക്കുന്നതാണ്. പോർച്ചുഗീസ് വമ്പന്മാരായ FC പോർട്ടോ ഇന്റർ മയാമിക്കെതിരെ കളിക്കുന്നു. മയാമിയുടെ ആദ്യ മത്സരം ഒരല്പം സ്ട്രെയിഞ്ച് ആയിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ ആദ്യ പകുതി വളരെ മോശം കളി, അവരെ ഗോളി നന്നായിട്ട് കളിച്ചു. 2ാം പകുതിയിൽ വളരെ നന്നായിട്ട് കളിച്ചു, എതിർ ടീമിനെ ഗോളി നന്നായിട്ട് കളിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഇവിടെ വിജയിക്കണം, അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ മയാമിയുടെ ആരാധകരിക്കുമ്പോൾ പോർട്ടോ ശക്തരായിട്ടുള്ള എതിരാളികളാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അത് കഴിഞ്ഞ് പുലർച്ചെ 3:30 അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളി. സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെയാണ് ആ കളി നടക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. PSG ബൂട്ടഫാഗോക്കെതിരെ കളിക്കാനിറങ്ങുന്നത് നാളെ പുലർച്ചെ 6:30. തീർച്ചയായിട്ടും PSG സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തീർത്തിട്ടാണ് അവർ വരുന്നത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ അവർ മികച്ച പ്രകടനം നടത്തും. ബൂട്ടാഫാഗോയും ആദ്യ കളി വിജയിച്ച വരുന്നത് സിയാറ്റിൽ സൗണ്ടേഴ്സിന് 2-1 വിജയിച്ചിരുന്നത്. സോ മികച്ചൊരു പ്രകടനം ഇരു ടീമുകളും ആഗ്രഹിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ആധിപത്യം ആർക്കാണെന്ന് ചോദിച്ചാൽ പിന്നെ വേറെ ചോദ്യമില്ലാതെ PSG തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ക്ലബ്ബും അവരായിരിക്കും. ബൂട്ടാഫാഗോയെ രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്നതാണ് ഇനിയുള്ള ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.